അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠമാണ് ഇന്ന് റിവൈസ് ചെയ്യുന്നത്. പാദവാർഷിക പരീക്ഷ കഴിഞ്ഞു, അർദ്ധവാർഷിക പരീക്ഷ കഴിഞ്ഞു. ഇനി വാർഷിക പരീക്ഷ നടക്കാൻ പോവുകയാണ്. 8ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് എൻ്റെ സഹോദരൻ, എൻ്റെ ഉസ്താദ്, എൻ്റെ സഹോദരി, എൻ്റെ പുസ്തകം, എൻ്റെ ബാഗ്, എൻ്റെ രക്ഷിതാവ്, എൻ്റെ നബി, ഇങ്ങനെയുള്ള എൻ്റെ എന്ന് എങ്ങനെ പറയും എന്നുള്ളതാണ്. അതിനു വേണ്ടി അറബിയിൽ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റും. ഒരു യാ കൊടുത്ത് നീട്ടി ഉച്ചരിച്ചാൽ നമുക്ക് എൻ്റെ എന്നുള്ള അർത്ഥം കിട്ടും. ഉദാഹരണം നോക്കാം. അഹുൻ സഹോദരൻ, അഹീ എൻ്റെ സഹോദരൻ, ഉസ്താദുൻ അധ്യാപകൻ, ഉസ്താദി എൻ്റെ അധ്യാപകൻ, ഉഖ്ത് സഹോദരി, ഉഖ്തി എൻ്റെ സഹോദരി, കിതാബുൻ പുസ്തകം, കിതാബി എൻ്റെ പുസ്തകം, ഹക്കീബത്തുൻ ബാഗ്, ഹക്കീബത്തി എൻ്റെ ബാഗ്, റബ്ബ് രക്ഷിതാവ്, റബ്ബി എൻ്റെ രക്ഷിതാവ്, നബിയുൻ പ്രവാചകൻ, നബി എൻ്റെ പ്രവാചകൻ. കലമുൻ പേന, കലമീ എൻ്റെ പേന, മിർസമുൻ പെൻസിൽ, മിർസമീ എൻ്റെ പെൻസിൽ, ഉമ്മൻ ഉമ്മ, ഉമ്മീ എൻ്റെ ഉമ്മ, അഹുൻ സഹോദരൻ, അഹീ എൻ്റെ സഹോദരൻ. ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു പഠിക്കുക. വളരെ സിമ്പിളാണ്. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് മറിക്കും. നമുക്ക് പാഠം വായിച്ചു നോക്കാം. വിദ്യാർത്ഥികൾ ഓരോ പദങ്ങൾ എഴുതി പഠിക്കുക. അതിന്റെ അർത്ഥങ്ങൾ അറബി മലയാളത്തിൽ സ്ക്രീനിൽ നോക്കിയിട്ട് അർത്ഥം എഴുതി പഠിക്കേണ്ടതാണ്. പരീക്ഷയ്ക്ക് അർത്ഥം എഴുതാൻ ചോദിക്കും. അർത്ഥം തന്നിട്ട് അതിന് അറബിയിലേക്ക് എഴുതാനും പരീക്ഷയ്ക്ക് ഉണ്ടാകും. പിന്നെ ഈ പാഠത്തില് തെദ്രീബാത്ത്, ആക്ടിവിറ്റീസ്, അത് വൃത്തിയായി കുട്ടികളുടെ നോട്ടിൽ എഴുതണം, ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം, വായിച്ച് പഠിക്കണം. അതിന്റെ അർത്ഥങ്ങളും പഠിക്കേണ്ടതാണ്. പാഠം മറിക്കൂ, നമുക്ക് വായിക്കാം. ഉസ്താദ് വായിച്ച് തന്നതിന് ശേഷം കുട്ടികൾ ഉറക്കി അതിന്റെ അർത്ഥങ്ങൾ പറഞ്ഞ് വായിക്കാം. അദ്ദർസു സാമിനു, പാഠം 8. അല്ലാഹു റബ്ബി, അല്ലാഹു എൻ്റെ രക്ഷിതാവാണ്. ഹാദാ ഉസ്താദി, ഇത് എൻ്റെ ഉസ്താദാണ്, ഇത് എൻ്റെ അധ്യാപകനാണ്. ഹാദാ അഹി, ഇത് എൻ്റെ സഹോദരനാണ്. ആദിഹി ഉഖ്തി, ഇതെന്റെ സഹോദരിയാണ്. ഹാദാ ആദിഹി എന്നാൽ ഇത് എന്നാണ് അർത്ഥം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. ദാലിക, അത്. ദാലിക്കയും തിൽക്കയും നമ്മൾ ഇതിനു മുമ്പത്തെ പാഠത്തിൽ പഠിച്ചതാണ്. അതും ഇവിടെ വിശദീകരിക്കുന്നില്ല. ദാലിക കിതാബി, അത് എൻ്റെ പുസ്തകം ആണ്. തിൽക ഹക്കീബത്തി, അത് എൻ്റെ ബാഗാണ്. അല്ലാഹു റബ്ബി, അല്ലാഹു എൻ്റെ രക്ഷിതാവാണ്. മുഹമ്മദ് നബി, മുഹമ്മദ് നബി എൻ്റെ പ്രവാചകനാണ്. ഇനി ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം എടുത്ത് പൂരിപ്പിക്കാം. ബ്രാക്കറ്റിലുള്ളത് ആദാഹി, ഇത് എൻ്റെ സഹോദരനാണ്. ആദിഹി ഹക്കീബത്തി, ഇത് എൻ്റെ ബാഗാണ്. ആദിഹി ഉഖ്തി, ഇതെന്റെ സഹോദരിയാണ്. ആദാ കിതാബി, ഇതെന്റെ പുസ്തകം ആണ്. മാ ഹാദ, അതിനുത്തരം ഹാദാ കിതാബി. മാ ഹാദ, ഇതെന്താണ്? ഹാദാ കിതാബി, ഇതെന്റെ പുസ്തകം ആണ്. മാ ഹാദിഹി, ഇതെന്താണ്? ഹാദിഹി ഹക്കീബത്തി, ഇതെന്റെ ബാഗ് ആണ്. മൻ ഹാദ, ഇത് ആരാണ്?
ഹാദാ അഖി, ഇതെന്റെ സഹോദരനാണ്. മൻ ഹാദിഹി, ഇത് ആരാണ്? ഹാദിഹി ഉഖ്തി, ഇതെന്റെ സഹോദരിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു വസ്തു എന്താണ് എന്ന് ചോദിക്കാൻ മാ എന്ത് എന്ന് ഉപയോഗിച്ചു. മാ എന്ന് പറഞ്ഞാൽ എന്ത്. മൻ, ഒരു വ്യക്തി ആരാന്ന് ചോദിക്കാൻ മൻ എന്നാണ് ഉപയോഗിച്ചത്. മൻ ഹാദ, ഇത് ആരാണ്. മാ എന്ത്, മൻ മൻ ആര്. മാ എന്ത്, മൻ ആര്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഹാദ എന്ന് പറഞ്ഞാൽ പുരുഷന് പുല്ലിംഗത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ ഹാദ എന്നും സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാൻ ഹാദിഹി എന്ന് ഉപയോഗിക്കും. ഹക്കീബത്ത് ബാഗ്, അതിന്റെ അവസാനം ഹാത്ത വരുന്നുണ്ട്. അത് സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഹാദിഹി എന്ന് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഇവിടെ ആൺകുട്ടി ആരാ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഹാദ എന്ന് ഉപയോഗിച്ചു. പെൺകുട്ടി ആരാന്ന് ചോദിച്ചപ്പോൾ അവിടെ ഹാദിഹി എന്ന് ഉപയോഗിച്ചു. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഉദാഹരണത്തിൽ ഉള്ളതുപോലെ പൂരിപ്പിക്കാം. ഇവിടെ ഒരു ഉത്തരം കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരം കിട്ടുന്ന ചോദ്യം നമ്മൾ എഴുതണം. ആദാ കലമി, ഇത് എന്റെ പേനയാണ്. ചോദ്യം എന്താണ് ചോദിക്കേണ്ടത്? മഹാദ, ഇതെന്താണ് എന്ന് ചോദിക്കണം. രണ്ടാമത്തത് ദാലിക മിർസമി. ദാലിക മിർസമി, അത് എന്റെ പെൻസിലാണ്. അപ്പൊ ചോദ്യം എന്തായിരിക്കും? മാ ദാലിക, അത് എന്താണ്? തിൽക ഉമ്മി, അതെന്റെ ഉമ്മയാണ്. ചോദ്യം എന്താ വരിക? മൻ തിൽക, അത് ആരാണ്? ആദാ അഹി, ഇതെന്റെ സഹോദരനാണ്. ചോദ്യം എന്താ വരിക? മൻ ഹാദ, ഇതാരാണ്? ആദാ അഹി, ഇതെന്റെ സഹോദരനാണ്. ഇനി ഖുർആൻ ആയത്തിൽ ഇതിൽ നിന്ന് നമ്മൾ പഠിച്ച ഈ പാഠത്തിൽ പഠിച്ച കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ എന്റെ എന്ന് വെച്ചാണ് ഇതിന്റെ അർത്ഥങ്ങൾ വരുന്നത്. പിന്നെ റബ്ബി അഹി, ഈ രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തെ വരിയിൽ ആ ഡോട്ടിന് മുകളിലൂടെ പെൻസിൽ കൊണ്ട് വൃത്തി ചെയ്ത്, അടിയിലും അങ്ങനെ തന്നെ കിതാബി ആ ഡോട്ടിന് മുകളിലൂടെ പെൻസിൽ കൊണ്ട് വൃത്തിയായിട്ട് എഴുതുക. നന്നായി പഠിക്കുക. എല്ലാവർക്കും ഉന്നതമായ വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.